ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. 8 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് ഈശോ മിശിഹ ഉത്ഥാനം ചെയ്തിട്ട് മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിട്ട് എല്ലാ ദിവസവും 40 ദിവസത്തേക്ക് എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നിട്ട് കുർബാന അർപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് സ്ലീഹന്മാർ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ 8-ാം ദിവസം അത് വളരെ പ്രധാനപ്പെട്ട 40 ദിവസവും ഉള്ള പ്രത്യക്ഷപ്പെടലിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഗതിയാണ് ഈ 8 ദിവസങ്ങൾക്ക് ശേഷം. അതായത് യേശു മറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉയർപ്പ് ഞായറാഴ്ചയായിരുന്നു എന്ന് പറയുന്നുണ്ട് യോഹന്നാൻ 20:19. അതിന് 8 ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ 40 ദിവസത്തെ പ്രത്യക്ഷപ്പെടൽ കൂടാതെ ചിലപ്പോൾ വിശേഷപ്പെട്ട പ്രത്യക്ഷപ്പെടലുണ്ട്. അതിലൊന്നാണ് 8 ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷം പുതു ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ സാബത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ച ആകാനുള്ള കാരണങ്ങളിൽ മുഖ്യമായത് ഇതാണ്. ഞായറാഴ്ച എന്നുള്ള വാക്കവിടെ ഉപയോഗിച്ചിട്ടില്ല. ആഴ്ചയുടെ ആദ്യ ദിവസം എന്നാണ് ഉയർപ്പ് ഞായറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 8 ദിവസങ്ങൾക്ക് ശേഷം പിന്നീടാണ് ഞായർ എന്നുള്ള വാക്ക് വരുന്നത്. ഞായർ എന്ന വാക്കിന് അർത്ഥം ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടത്. ഞായർ എന്ന വാക്കിന് സൂര്യൻ എന്നർത്ഥം. ഞായറാഴ്ച എന്നൊന്നും അന്ന് വിളിച്ചിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അന്ന് വിളിച്ചിരുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം. അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. 8 ദിവസങ്ങൾക്ക് ശേഷം അത് വീണ്ടും ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. 8 ദിവസങ്ങൾക്ക് ശേഷമുള്ള ആഴ്ചയുടെ ആദ്യ ദിവസം. ആ ആഴ്ച ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് നമുക്ക് കുർബാന ഉണ്ടായിരുന്നത്. പിന്നീട് എല്ലാ ദിവസങ്ങൾക്കും അത് വ്യാപിപ്പിക്കുകയായിരുന്നു. പണ്ട് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു ഈ കുർബാന. കാരണം ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. തോമാസ് ലീഹായും മറ്റ് സ്ലീഹന്മാരും സ്ത്രീകളും ഒക്കെ ഉത്തിതനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ വിശുദ്ധ കുർബാന നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയാണ് നമ്മൾ ലിറ്റർജി എന്ന് വിളിക്കുന്നത്. ലിറ്റർജി, ദിവ്യ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാലും ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് അടിസ്ഥാനപരമായിട്ടത്. യേസുസ് എന്ന വാക്ക്, യേസുസ് ഗ്രീക്ക് വാക്കാണ്. യേസുസ് അതിന്റെ ഒരു വകഭേദമാണുമ്പോൾ യേശു എന്ന് പറയുന്നത്. യേസുസ് എന്ന നാമത്തിന് അതിന്റെ ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരത്തിനും സാംഖിക മൂല്യമുണ്ട്. അത് എല്ലാം കൂട്ടിയാൽ 888 എന്ന് കിട്ടും. 888. ഓശാന ഞായറിൽ നിന്ന് 8 ദിവസം കഴിയുമ്പോൾ ഉയർപ്പ് ഞായർ, അവിടുന്ന് 8 ദിവസം കഴിയുമ്പോൾ പുതു ഞായർ. 888 ഈശോയുമായി ബന്ധപ്പെട്ട ഈ 2 ആഴ്ചകൾ, അത് 3 8കൾ. ഓശാന ഞായറെന്ന് ഇല്ലേ 8-ാം ദിവസം, അതിന് 8-ാം ദിവസം. അപ്പൊ ഈ 3 ഞായറാഴ്ചകളുണ്ട്. ഓശാന ഞായർ, ഉയർപ്പ് ഞായർ, പുതു ഞായർ. ഇതാണ് 888. യേശു എന്ന 88മായി ബന്ധപ്പെട്ട 3 8കൾ. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഈ പുതു ഞായറാഴ്ച എന്ന് നമ്മൾ വിളിക്കുന്ന ആ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ്? ഞാൻ ബൈബിളിന്റെ ഒരു സങ്കല്പമാണ് പറയണത് കേട്ടോ. ഇത് ശാസ്ത്രമായിട്ട് എങ്ങനെ യോജിപ്പിക്കാം എന്ന് ആൾക്കാർക്ക് തോന്നാം. യോജിപ്പിക്കാൻ മാർഗമൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള അനേകം മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഭൗതിക ശാസ്ത്രം. അതുകൊണ്ട് ഭൗതിക ശാസ്ത്രം മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നവർ എന്റെ ഈ വീഡിയോ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന്റെ പുറകെ പോയിക്കോളൂ. ഞാൻ ബൈബിളിന്റെ ഒരു സങ്കല്പം പറയാം. ബൈബിളിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈ ലോക ചരിത്രം 8000 വർഷത്തേത് എന്നാണ്. അത് കണക്കിലെ 8000 അല്ല. ഇത് നിങ്ങൾ ഒരു 1000 വട്ടം കേൾക്കണേ. കണക്കിലെ 8000 അല്ല, മറിച്ച് ദൈവശാസ്ത്രപരമായി 8000. എന്താണ് ദൈവശാസ്ത്രപരമായി 8000 എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയുമാണ്. ദൈവത്തിന് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈ 1000 സംവത്സരം ഭൂമിയിൽ 1000 സംവത്സരമോ, ഭൂമിയിൽ 1000 സംവത്സരം അല്ലല്ലോ ചന്ദ്രനിലെയും ഭൂമിയിലെ അല്ലല്ലോ മറ്റൊരു ഗ്രഹങ്ങളിലെ. അപ്പൊ ഇതിനൊക്കെ അതീതമായി ചിന്തിച്ചാൽ ഈ 8000 വർഷമാണ് ലോക ചരിത്രമായിട്ട് ബൈബിൾ കണക്കാക്കണേ. ഞാൻ ആവർത്തിക്കുന്നു, ആ 1000 എന്ന് പറയുന്നത് 8000 എന്ന് പറയുന്നത് ബൈബിളിലെ 1000 അത് കണക്കിൽ 1000 അല്ല. അതൊന്ന് മനസ്സിൽ കയറ്റിയാൽ ശാസ്ത്രമായിട്ട് ഒത്തുപോകാൻ ഒരു പ്രയാസമില്ല. അങ്ങനെ 8000 ആണെങ്കിൽ 7000 വർഷം, അതാണ് ഈ ഇപ്പോഴത്തെ ഭൂമിയും ആകാശത്തിലും 7000 വർഷമാണ്. അതിന്റെ ഒരു ചുരുക്കമാണ് 7 ദിവസം. അപ്പോൾ 6 ദിവസം മനുഷ്യന്, 7-ാം ദിവസം ദൈവത്തിന് എന്ന് പറയുന്നത് ഈ മനുഷ്യവംശത്തിന്റെ 7000 വർഷമുള്ള മനുഷ്യ ചരിത്രത്തിൽ
അതിനെ 7 ദിവസത്തേക്ക് കൊണ്ടുവരികയാണ്. 7000 വർഷത്തെ 7 ദിവസത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്, 1 ദിവസം ദൈവത്തോടൊപ്പം ആയിരിക്കാം. അപ്പൊ അതാണ് ഈ സാപത്തിന്റെ സങ്കല്പം പോലും അങ്ങനെയാണ് 7. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്നത് 8-ാം ദിവസമാണ്. അതായത് ഈ പ്രപഞ്ചം നശിപ്പിക്കപ്പെടുമെന്നല്ല, ലോകാവസാനത്തിൽ നശിപ്പിക്കപ്പെടുമെന്നല്ല ബൈബിൾ പറയണേ. പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുമെന്നാണ്. അതായത് ബൈബിളിലെ മനുഷ്യനെക്കുറിച്ച് സങ്കല്പിക്കുന്നത് ഭൂമിയുമായിട്ടും ആകാശവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഹിന്ദു മതത്തിൽ ഒരു ആത്മാവിനെ നിലനിൽക്കാൻ ശരീരവും വേണ്ട, ഭൂമിയും വേണ്ട, ആകാശവും വേണ്ട. ഗ്രീക്കുകാർക്കും അങ്ങനെ തന്നെയാ. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല. മനുഷ്യന് നിലനിൽക്കാൻ ശരീരവും വേണം, ശരീരത്തിന് നിലനിൽക്കാൻ ഈ ആകാശം ഭൂമിയും വേണം. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത്, ഈ ലോകാവസാനത്തിലുള്ള ആ സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമിയെയോ ആകാശത്തെയോ ഇല്ലാതാക്കല്ല, രൂപാന്തരപ്പെടുത്തുകയാണ്. ആ രൂപാന്തരപ്പെടുത്തൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതിന് ബൈബിൾ വിളിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയും. അതുണ്ടാകുന്ന എന്നാണ്? 8-ാം ദിവസം. അതായത് 7000 വർഷം കഴിഞ്ഞ് 8000-ാമത്തെ വർഷത്തിലാണ്. ഈ 6000 വർഷം കഴിഞ്ഞ് 7000, അത് 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നുണ്ടല്ലോ. 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് അത് ലോകാവസാനത്തിന് മുമ്പ് കർത്താവ് വീണ്ടും മനുഷ്യനായിട്ട്, അതായത് ശരീരമുള്ള ഭൗതിക ശരീരമുള്ള മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ 1000 വർഷത്തെ ഭരണം നടത്തുമെന്നൊക്കെ പെന്തക്കോസ്തകാരും യഹോവ സാക്ഷികളെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. കാരണം ഭൗതിക ശരീരത്തിലെ കർത്താവ് വന്നാൽ വീണ്ടും മരിക്കേണ്ടി വരും. ഭൗതികമായിട്ടെല്ലാം മരിക്കേണ്ടി വരില്ലേ? അപ്പൊ അതൊന്നും അല്ല. അതായത് കർത്താവിന്റെ ഉത്ഥാനം തൊട്ട് ലോകാവസാനം വരെയുള്ള കാലയളവിനെയാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയണേ. കർത്താവിന്റെ തിരുവുത്ഥാനം തൊട്ട് അവന്റെ സ്വർഗാരോഹണം തൊട്ട് ദ്വിതീയ ആഗമനം വരെയുള്ള കാലയളവിനെയാണ്, അത് എത്ര വർഷമാണോ അതിനെയാണ് സഹസ്രാബ്ദ ഭാഷ എന്ന് പറയണേ. അതാണ് 7000-ാമത്തെ വർഷം. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുകയാണ് ദ്വിതീയ ആഗമനത്തില്. അതിനാണ് 8000 എന്ന് പറയണേ. 8000. അപ്പൊ മൊത്തം 8000 വർഷമാണ് ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും മാറി പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകാൻ. അതുകൊണ്ടാണ് 8000-ന്റെ ആ 8 എന്ന് ഈശോയുടെ നാമത്തിന് 888. അപ്പോൾ ഓശാന ഞായറിനും ഉയർപ്പിലേക്കും ഉയർപ്പിൽ പുതു ഞായറാഴ്ചയിലേക്കും 888 കർത്താവിന്റെ 3 ഞായറാഴ്ചകൾ. അതായത് അവൻ രക്ഷ, ഈ ഭൂമിയിലും മനുഷ്യർക്ക് രക്ഷയും വീണ്ടെടുപ്പും പുതിയ ജനത്തിലെ ജീവനും കൊടുത്തത് ഈ ഓശാന ഞായറിൽ നിന്ന് ഉയർപ്പ് ഞായറിലേക്ക്, ഉയർപ്പ് ഞായറിൽ നിന്ന് പുതു ഞായറിലേക്ക് ഈ 888 കൊണ്ടാണ്. അതാണ് ബൈബിളിന്റെ ഒരു സത്യം ബൈബിൾ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് ഈ പുതു ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർത്തിട്ടാണ് 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൂചന പഴയ നിയമത്തിലുണ്ട്. 8 പേരാണ് നോഹയുടെ പേടകത്തിലുള്ള രക്ഷപ്പെട്ടത്. 8 പേരാണ്. അപ്പൊ 8-ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ബൈബിൾ 7-ന് പ്രാധാന്യമുള്ളതുപോലെ 8-നുണ്ട്. ഇനി ഇതൊന്ന് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. 8000 വർഷമാണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? 4000. ഈ ആദാമിൽ നിന്ന് ഈശോ ജനിക്കുന്നത് നോക്കുമ്പോൾ കറക്റ്റ് എത്രയാണ്? 4004-ാം വർഷമാണ്. ഞാൻ ബൈബിളിലെ കണക്കാ പറയണേ കേട്ടോ. ബൈബിളിലെ അയ്യോ മനുഷ്യനുണ്ടായിട്ട് 1,00,000 വർഷമായല്ലോ, 2 ലക്ഷം, അതൊക്കെ അറിയാം. ഞാൻ ബൈബിള് ഈ വലിയ സത്യത്തെ ചെറിയ ഭാഷാ സങ്കേതത്തിൽ അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. സാഹിത്യപരമായിട്ട് ബൈബിള് അവതരിപ്പിക്കുകയാണ്. ശാസ്ത്രമായിട്ട് ഒരു തരത്തിലും ഇത് വൈരുദ്ധ്യമില്ല. പക്ഷെ ബൈബിൾ അവതരിപ്പിക്കുന്നത് ബൈബിളിന്റെ ഒരു ഭാഷാ സങ്കേതം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് വെള്ളം എന്ന് നമ്മൾ പറയുന്നു. ഇച്ചിരി വെള്ളം എടുത്തെന്ന് പറയുന്നതിന് പകരം നമ്മള് ശാസ്ത്രീയമായിട്ട് കുറച്ച് H2O തരുമോ എന്ന് ചോദിക്കുവോ? നീ എനിക്ക് കുറച്ച് H2O തരുമോ എന്ന് ചോദിക്കുവോ? ശാസ്ത്രീയമായിട്ട് H2O ആണല്ലോ, നീ എന്താ വെള്ളം എന്ന് പറയണെന്ന് ചോദിക്കുവോ? അപ്പൊ വെള്ളം എന്ന് പറയാം, ചിലപ്പോൾ ജലം എന്ന് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയും. H2O എന്ന് പറയാൻ ശാസ്ത്രമാണ്. അപ്പം H2O ആണ് എന്ന് നീ കുറച്ച് എനിക്ക് H2O തരൂ, ഒരു ഗ്ലാസ് H2O തരൂ എന്നൊക്കെ ചോദിക്കുവോ? അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശാസ്ത്രം മാത്രം പറയാൻ നിൽക്കരുത്. ശാസ്ത്രവും ബൈബിളും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. പക്ഷെ അതല്ല ബൈബിളിന്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞത്. ബൈബിളിലെ ചില ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സത്യം ആവിഷ്കരിക്കണേ. അപ്പോൾ ആദാമിൽ നിന്ന് ഈശോയുടെ ജനനത്തിലേക്ക് നോക്കിയാൽ 4000 വർഷമാണ്. 4000 വർഷം കറക്റ്റ് കാലദേശങ്ങളുടെ മധ്യത്തിലാണ് ദൈവം മനുഷ്യനായത്. അപ്പോൾ അവിടെ നിന്നും ഈശോയിലേക്ക് 4000 വർഷം, അവിടെ നിന്ന് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകാൻ 4000 വർഷം. ഇതാണ് 8000 വർഷം. ഈ 8000 വർഷം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ്, കണക്കിലെ അല്ല, ശാസ്ത്രത്തിലല്ല, ബൈബിളിലെ. അത് ആ 8000 എന്നുള്ളതാണ് ചുരുക്കി ഈശോയുടെ സഞ്ചിയിലേക്ക് 888. അതുകൊണ്ടാണ് 8 ദിവസങ്ങൾക്ക് ശേഷം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പുതു ഞായറാഴ്ച. 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20:26. അതുകൊണ്ട് തന്നെ ആ ബൈബിള് പറഞ്ഞിരിക്കുന്ന, തിരുവചനം പറഞ്ഞിരിക്കുന്ന, വെളിപ്പെടുത്തിയിരിക്കുന്ന ആ 8 ദിവസം, ആ 8-ാം ദിവസത്തിന്റെ പ്രാധാന്യം മറ്റൊന്നുകൊണ്ടും നമ്മൾ
തുച്ഛീകരിക്കരുത്. അന്ന് കരുണയുടെ ഞായറും സിസ്റ്റർ ഫൗസ്തീനെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെയൊക്കെ ഓർക്കുന്ന ദിവസമായിട്ട് മാറ്റരുത്. അത് തിരുവചനത്തോടും ദൈവത്തിന്റെ വെളിപാടിനോടും ഞാൻ പറഞ്ഞ ഈ ബൈബിളിന്റെ ആവിഷ്കാരങ്ങളോടൊക്കെയുള്ള വെല്ലുവിളിയായിട്ടും കലാപവുമായിട്ടും മാറും. അത് സംഭവിക്കരുത്. അതിനാൽ 8 ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ച കാര്യം, പുതു ഞായറാഴ്ച സംഭവിച്ച കാര്യം, അത് ലോകത്ത് എവിടെയാണെങ്കിലും, ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയാണെങ്കിലും ആ പുതു ഞായറാഴ്ച എന്നുള്ളത് അതിന്റെ പ്രാധാന്യം നിലനിർത്തേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അത് സാബത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ 8000 വർഷത്തെ ചരിത്രം ഒരൊറ്റ ആഴ്ചയിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവത്തെ ആരാധിക്കാനും അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അങ്ങനെ സമയത്തെ വിശുദ്ധീകരിക്കാനുമായി മാറ്റിവെക്കപ്പെട്ട സാബത്താണ് പ്രപഞ്ചവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളം. പുറപ്പാട് 31:12-17 കത്തോലിക്ക സഭയുടെ മതബോധനം 346. യഹൂദ മതത്തിന്റെയും ക്രിസ്തുധർമ്മത്തിന്റെയും നെടുന്തൂണുകളിൽ ഒന്നാണത്. ആഴ്ചയിൽ 7-ാം ദിവസമായ ശനിയാഴ്ചയായിരുന്നു യഹൂദർക്ക് സാബത്ത്. പക്ഷെ സാബത്തിന്റെ പടച്ചോനായ മനുഷ്യപുത്രൻ മത്തായി 12:8 ആഴ്ചയുടെ ആദ്യ ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്ത് അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിനാൽ യോഹന്നാൻ 20 ആഴ്ചയുടെ ആദ്യ ദിവസം മരിച്ചവരിൽ നിന്ന് ഉത്ഥാനത്തിന്റെ ദിവസമായതിനാൽ ക്രിസ്ത്യാനികൾക്ക് അതാണ് കർത്താവിന്റെ ദിവസം. വെളിപാട് 1:10. അതുകൊണ്ട് സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്ന പഴയ നിയമത്തിലെ വചനമല്ല, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വെളിപാട് 1:10 പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ ദിവസം. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്, ശനിയാഴ്ചയല്ല, അവസാന ദിവസമല്ല. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്ന ആഴ്ചയുടെ ആദ്യ ദിവസം ആദിമസഭ ഈ ഞായറാഴ്ച ആചരണം തുടങ്ങി. ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയ്ക്ക് മാറ്റി. ശ്ലീഹന്മാർ നടപടി ദിവസം 27. അതുപോലെ തന്നെ കൊളോസാസ് ലേഖനം 1:18-20 പറയുന്നു, പുതിയ സൃഷ്ടിയുടെ മധ്യസ്ഥനാണ്, മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനും അതുപോലെ തന്നെ സകല സൃഷ്ടികളെയും ആദിജാതനുമായി ക്രിസ്തു. ഇതെല്ലാം സംഭവിച്ചത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. ആദിജാതൻ, മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ, സകല സൃഷ്ടികളെയും ആദിജാതൻ. ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്തത്. അങ്ങനെ അവൻ സാബത്തിന്റെ പടച്ചോനാണ്, അവൻ സാബത്തിന്റെ കർത്താവാണ് അവൻ. അതുകൊണ്ട് സാബത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് അവൻ മാറ്റാൻ അധികാരമുണ്ട്. അങ്ങനെ മാറ്റിയെന്ന് ആദിമസഭ തിരിച്ചറിഞ്ഞു. 4-ാം നൂറ്റാണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല. തേലക്കട്ടച്ചൻ പറഞ്ഞത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാറ്റിയെന്ന അല്ല. ശ്ലീഹന്മാർ നടപടി 27 കിടക്കുന്നു. ശ്ലീഹന്മാർ നടപടി എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 62-ലാണ്. ശ്ലീഹന്മാർ നടപടി എഴുതിയത് ലൂക്കാസ് എഴുതിയത് ക്രിസ്തുവർഷം 62-ലാ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജീവിച്ചത് 4-ാം നൂറ്റാണ്ടിലാ. അതുകൊണ്ട് തേലക്കട്ടച്ചനൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നതാണ്. അവർ തിരുവചനം വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പഠിക്കുന്നില്ല. അപ്പോ ആദിമസഭയുടെ ആരംഭം മുതൽക്കേ ആഴ്ചവട്ടത്തിലെ ആദ്യ ദിവസമായിരുന്നു സഭയുടെ ലിറ്റർജി. 1 കൊറിന്തോസ് 16:2 കാണാം. ശ്ലീഹന്മാർ നടപടി 27, 1 കൊറിന്തോസ് 16:2. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടില് സൂര്യാരാധന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റി എന്ന്. ഞായർ എന്ന് പറഞ്ഞ സൂര്യന്റെ ദിവസം എന്നാണ് അർത്ഥം. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പലരും. എല്ലാം തിരുവചനങ്ങൾക്കെതിരാണ്. ഞാൻ തിരുവചനങ്ങൾ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ശ്ലീഹന്മാർ നടപടി 27, 1 കൊറിന്തോസ് 16:2. ഇതൊക്കെ 1 കൊറിന്തോസ് എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 55-ലാണ്. ക്രിസ്തുവർഷം 55 1-ാം നൂറ്റാണ്ടില്. 4-ാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജീവിച്ചിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, പ്രപഞ്ച ചരിത്രത്തിന്റെ 7 ദിവസങ്ങൾ കഴിഞ്ഞ് 8-ാം ദിവസം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നു. ആ ദിവസത്തിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം എല്ലാം ഉത്ഥാനം ചെയ്ത കർത്താവിനോടൊപ്പം ആയിരിക്കും. ആ സൂചനയാണ് 8 ദിവസങ്ങൾക്ക് ശേഷം ഉത്ഥിതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, തോമാസിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ. എന്നിട്ട് കർത്താവ് തോമായോട് പറയാണ്, നീ എന്റെ മുറിവുകൾ കാണുക, കൈയും കാലൊക്കെ നീ കാണുക, നീ എന്റെ പാർശ്വത്തില് വിരലിടുക. എന്തുകൊണ്ട് തോമാസ് പാർശ്വത്തില് കൈയിടണം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈശോ മരിക്കുമ്പോൾ അവൻ ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തില്. യോഹന്നാൻ 19:30. റിക്ലൈൻ എന്ന് വെച്ചാൽ പുറകോട്ടും മുമ്പോട്ടും ചായാം. പുറകോട്ട് ചാഞ്ഞ് അവൻ ദൈവത്തിന്റെ മടിയിലിരിക്കുകയാണ്, പിതാവിന്റെ മടിയിലിരിക്കുകയാണ് പുത്രൻ എപ്പോഴും, കുരിശിൽ കിടക്കുമ്പോഴും. യോഹന്നാൻ 1:18. എന്നിട്ട് പിതാവിൻ നെഞ്ചിലേക്ക് ചാഞ്ഞ് പിതാവിനോട്, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കൈകൾ ഞാൻ ഏൽപ്പിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനിലൂടെ, അപ്പൊ അവൻ തല ചായ്ച്ചു. എന്നിട്ട് അവിടെ നിൽക്കുന്ന
യേശു സ്നേഹിച്ച ശിഷ്യന് കൈമാറി ഈ ആത്മാവിനെ. മറിയ അവിടെ നിൽപ്പുണ്ട്. മറിയത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മറിയത്തില് മംഗളവാർത്തയിൽ തന്നെ പരിശുദ്ധാത്മാവ് വന്നതാണ്. അപ്പൊ മറിയത്തിന്റെ സാന്നിധ്യത്തിലും സാക്ഷിയുമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് യേശു സ്നേഹിച്ച ശിഷ്യന് കർത്താവിന്റെ അവസാനത്തെ ശ്വാസം ആത്മാവിനെ കൈമാറലായി. പിന്നീട് കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി ഉത്ഥാനത്തിന്റെ അന്ന് ഊതി ആത്മാവിനെ കൊടുത്തു. അപ്പൊ അവസാനത്തെ ശ്വാസം ഊത്ത് യോഹന്നാൻ ആത്മാവിനെ കൈമാറലായിരുന്നു. യോഹന്നാൻ മാത്രമാണ് കുരിശൻ താഴെ ഉണ്ടായിരുന്നത്. മറ്റു സ്ലീഹന്മാരുണ്ടായിരുന്നില്ല. മറ്റു സ്ലീഹന്മാർക്ക് ഉത്ഥാനത്തിന്റെ അന്ന് ഊതി ആത്മാവിനെ കൊടുത്തു. യോഹന്നാൻ 20, 21 മുതൽ 23 വരെ. എന്നിട്ട് കുംഭസാരം എന്ന കൂദാശ സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് തോമാസ് ലീഗ ഇല്ലായിരുന്നു. തോമാസ് ലീഗ ഇല്ല. അപ്പോൾ യോഹന്നാൻ എന്ന യേശു സ്നേഹിച്ച ശിഷ്യന് കർത്താവിന്റെ അവസാനത്തെ ശ്വാസത്തിലൂടെയാണ് ആത്മാവിന് കിട്ടിയത്. മറ്റു സ്ലീഹന്മാർക്ക് അവരുടെ മേൽ ഊതിയിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഊതുമ്പോൾ എന്റെ ശ്വാസം എന്റെ ശരീരത്തിൽ വീഴുന്നു. ഒരു ഫിസിക്കാലിറ്റി ഇല്ലേ, ഒരു ഫീലിംഗ് ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കാലിറ്റി, ശാരീരികതയുണ്ട് ആത്മാവിന് കൈമാറുന്നതില്. പിന്നീട് സ്ലീഹന്മാര് കൈവപ്പിലൂടെയാണ് ആത്മാവിനെ കൈമാറിയിരുന്നത്. അങ്ങനെയല്ലേ കൈമാറിയിരുന്നത്? അപ്പോൾ ഇതുപോലെയുള്ള ഒരു കൈമാറ്റം തോമാക്കും വേണ്ടേ? അപ്പോൾ യേശു സ്നേഹിച്ചനായ യോഹന്നാൻ കർത്താവിന്റെ അവസാനത്തെ ശ്വാസത്തിലൂടെ ആത്മാവിനെ സ്വീകരിക്കുകയും മറ്റു സ്ലീഹന്മാർ യേശുവിന്റെ ഊതലിലൂടെ ആത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ തോമാക്ക് അത് പോരാ. തോമാക്ക് എന്ത് വേണം? തോമ കർത്താവിന്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ വിരലിടണം. അങ്ങനെ സാക്ഷാൽ മുന്തിരിവള്ളിയായ ആ യേശുവില് ഇവൻ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടണം. അങ്ങനെ തോമാസ് ലീഹായ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം. അതിനു വേണ്ടിയാണ് വിരലിടാൻ പറഞ്ഞത്. ഈ മഗ്ദലന മറിയം കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, നീ എന്നെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. അനുവദിച്ചു, പക്ഷെ മതി, ഇത്ര മതി. അവൾക്കൊന്നും കൊടുക്കാത്തത്, കാരണം അവള് പുരോഹിതനല്ല, 12 പേരിൽപ്പെട്ട ഒരാളല്ല. അതുകൊണ്ട് അവള് കൈയിടേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ഈ സ്ത്രീകളാണ് കർത്താവിനെ ഉപേക്ഷിക്കാതെ, കുരിശുമരണത്തിന്റെ സമയത്തും ഉപേക്ഷിക്കാതെ, കബറടക്കപ്പെട്ട സമയത്ത് ഉപേക്ഷിക്കാതെ നിന്നത്. അതുകൊണ്ട് കർത്താവ് അവർക്ക് തന്നെ കെട്ടിപ്പിടിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:9-10, യോഹന്നാന്റെ സുവിശേഷം 20:1 മുതൽ 17 വരെയൊക്കെ മഗ്ദലന മറിയത്തിന് മറ്റു സ്ത്രീകൾക്കെല്ലാം കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷേ തോമാക്ക് കൊടുത്ത ഈ ആനുകൂല്യം, ഈ സൗഭാഗ്യം, അതായത് കർത്താവിന്റെ പാർശ്വത്തിൽ വിരലിടുക എന്ന ആ ഭാഗ്യം, അത് തോമാക്ക് മാത്രമാണ്. കാരണം സാക്ഷാൽ മുന്തിരിവള്ളിയായ, സാക്ഷാൽ മനുഷ്യനായ, ദൈവം മനുഷ്യനായതിനാൽ ഉത്തമ മനുഷ്യനായ യേശുവിന്റെ പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ കർത്താവിന്റെ ശാഖയായിട്ട് മാറുകയാണ് തോമാസ് ലീഗ. അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ആ ശാരീരികത ഉള്ളത് കൊണ്ടാണ് അവനും മറ്റു സ്ലീഹന്മാർക്കും മറ്റുള്ളവരുടെ മേൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റുന്നത്. നടപടി 8:17, 6:6, 13:3, 1 തിമോത്തി 4:14, 14:23 പട്ടം കൊടുക്കുന്നതും പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നതൊക്കെ കൈവപ്പിലൂടെയാണ്. ഈ ഒരു ഫിസിക്കാലിറ്റിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച എന്ന് കത്തോലിക്ക സഭ പറയുന്നത്. അപ്പസ്തോലിക് സക്സഷൻ. അത് ഒരു കൗദാശിക പിന്തുടർച്ചയാണ്, സാക്രമെന്റൽ സക്സഷൻ. അതിലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്ന ദൈവിക ജീവൻ, വരപ്രസാദം നൽകപ്പെടുകയുള്ളൂ. ഈ പെന്തക്കോസ്ത സഭക്കാരും ദൈവസഭക്കാരും ഒക്കെ ഈ ഭാഷാപരത്തെ സംസാരിക്കുക, ചില അത്ഭുതങ്ങൾ നടക്കുക, രോഗശാന്തി നടക്കുക, ഇതൊക്കെയാണ് പരിശുദ്ധാത്മ ലക്ഷണമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ ആയിരിക്കാം. പക്ഷേ പിശാച് പോലും അത്ഭുതം ചെയ്യുമെന്നൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. ആ അത്ഭുതങ്ങളല്ല ദൈവിക ജീവന്റെ, പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിന്റെ, ദൈവിക ജീവൻ നൽകപ്പെടുന്നതിന്റെ, പരിശുദ്ധം നൽകപ്പെടുന്നതിന്റെ ലക്ഷണം. മറിച്ച് കൈവപ്പാണ്. അദൃശ്യമായ ദൈവിക ജീവൻ നൽകപ്പെടുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ സാക്രമെന്റൽ സക്സഷൻ എന്ന് പറയുന്ന, കൗദാശിക പിന്തുടർച്ച എന്ന് പറയുന്ന ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെയാണ്. ഇതുകൊണ്ടാണ് തോമാസ് ലീഗ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ വിരലിടണം എന്ന് കർത്താവ് പറഞ്ഞത്. ഈ ഒരു ശാരീരികത ഇല്ലാതെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുകയില്ല. അപ്പൊ പെന്തക്കോസ്തക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത്, അത്ഭുതങ്ങളല്ല ദൈവിക ജീവൻ അല്ലെങ്കിൽ വരപ്രസാദം കിട്ടി എന്നുള്ളതിന്റെ തെളിവ്. അത്ഭുതം ചെയ്യേണ്ട ഒരുപാട് പേർക്ക് പറ്റും, വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിശാച് പോലും ചെയ്യുന്നു യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ല, അത്ഭുതങ്ങളല്ല ഈ പറഞ്ഞ സംഗതി. മറിച്ച് ഈ കർത്താവുമുള്ള ശാരീരികത. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവസാന ശ്വാസം, ഊത്ത്, ഇപ്പോ വിരലിടല്, ഇതൊരു ശാരീരികതയാണ്. അങ്ങനെ കിട്ടി അവര് തന്നെ കയ്യൊപ്പിലൂടെ, അങ്ങനെയാണ് ഇന്ന് വരെയും നമുക്കത് കിട്ടിയിരിക്കുന്നത്. പത്രോസിനെ ശ്ലൈഹി ഗണത്തിലേക്ക് പുനഃപ്രവേശിക്കുകയും ദൈവജനത്തിന് മഹാ ഇടനായി നിയമിക്കുകയും ചെയ്തതുപോലെ തോമസിനെ
ഉത്ഥിതന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കുകയാണ്. തോമാസ്ലിഹ സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിന്റെ ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള ശാഖയായി മാറുകയാണ്. സ്വാഭാവികമായിട്ട് തോമസ് എന്താ പറയുക? എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈശോയോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട ആ തോമാക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റുമോ? യേശുവിനെ നോക്കി, ഈശോയെ നോക്കി അവനോട് തോമ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമസ് സ്വർഗത്തിൽ കണ്ണുകളുയർത്തിയല്ല ഈ പ്രഖ്യാപനം നടത്തിയത്. നസ്രത്തിലെ ഈശോയെ നോക്കിയിട്ടാണ്. അവനെ കർത്താവും ദൈവമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. തോമസിന് പ്രത്യക്ഷപ്പെട്ട ഈശോ കുരിശിലുയർത്തപ്പെട്ടവനും ഉത്ഥാനം ചെയ്തവനും പിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നവനുമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും ഉയർന്നതും അഗാധവും ആയ വിശ്വാസ സത്യമാണ് തോമാസ്ലീഹയുടേത്. റബ്ബി, പ്രവാചകൻ, ക്രിസ്തു, ദാവീദിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ രാജാവ്, യഹൂദരുടെ രാജാവ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ, ലോകത്തിന്റെ രക്ഷകൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ തുടങ്ങിയ എല്ലാ വിശ്വാസ പ്രഖ്യാപനങ്ങളെക്കാളും ഉയർന്നതാണിത്. കാരണം ഇസ്രായേലിന്റെ ഏകസത്യ ദൈവത്തെ സംബുദ്ധി ചെയ്യുന്ന ശീർഷകമാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം 448 644. അതിനാൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഓൺ ഹോമിലി എന്ന് പറയുന്ന രചനയിലെ 57, തോമസ് നടത്തിയത് അതിഗംഭീരമായ വിശ്വാസ പ്രഖ്യാപനമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകള് സൂപ്പർബ് ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. തോമസ് നടത്തിയത് അതിഗംഭീരമായ വിശ്വാസ പ്രഖ്യാപനമാണ്. തോമസ് നടത്തിയതിനേക്കാൾ ഉന്നതമോ അഗാധമോ ആയ ഒരു വിശ്വാസ പ്രഖ്യാപനമില്ല. ഈശോയെ കർത്താവെന്നും ദൈവമെന്നും അഭിസംബോധന ചെയ്യുന്നതിലൂടെ പഴയ നിയമത്തിൽ സൃഷ്ടാവായ ദൈവത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന അതേ വാക്കുകൾ തന്നെ നസ്രത്തിൽ ഈശോയ്ക്ക് നൽകുകയാണ്. അതിനർത്ഥം ഈശോയെ സൃഷ്ടാവായ ദൈവമായി തോമാസ്ലീഹ അംഗീകരിച്ച് ഏറ്റു പറയുന്നുവെന്നാണ്. ഇത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമന്റെ വാക്കുകളാണ്. തോമസ് ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഈശോയെ ദൈവവും കർത്താവുമായി അംഗീകരിച്ച് ഏറ്റ് ആരാധിക്കുകയാണ്. വചനം ദൈവമായിരുന്നു എന്ന കീർത്തനത്തോടെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം ആരംഭിച്ചത്. യോഹന്നാൻ 1:1. ആ കീർത്തനം വചനം ദൈവമായിരുന്നു എന്ന കീർത്തനത്തോടെ 1:1, 1:14 വചനം ദൈവമായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അങ്ങനെ പറഞ്ഞു വന്ന കീർത്തനം അവസാനിക്കുന്നത് നസ്രത്തിൽ ഈശോ ദൈവവും കർത്താവുമാണെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിനാണ് ഇത്. യോഹന്നാൻ 5:23. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കും, ഞാൻ തന്നെ, ഞാൻ യാഹ്വേ തന്നെ. എഹിയേ അഷറഹിയേ, ഞാൻ തന്നെ, ഞാൻ യാഹ്വയാണെന്ന് നിങ്ങൾ മനുഷ്യപുത്രൻ ഉയർത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കും, ഞാനാണ് യാഹ്വേ, ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കും. യോഹന്നാൻ 8:28. ഈ തിരുവചനങ്ങളെല്ലാം നിറവേറുന്നത് തോമാസ്ലീഹ നസ്രത്തിൽ ഈശോയെ കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. അത് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് പുതു ഞായറാഴ്ച. അതിനാൽ പുതു ഞായറാഴ്ച ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരുവചനവും വിശ്വാസത്വവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിരുനാളുകളും മാറ്റിവെക്കണമെന്നും, ഇത് ലോകമാസകലം ഇതാണ് ആഘോഷിക്കുന്നത്. ലത്തീൻ സഭയിലാണെങ്കിലും സീറോ മലബാർ സഭയിലാണെങ്കിലും ഇതാണ് ആഘോഷിക്കുന്നത്. ഈ തിരുവചനം അത് ഈ തിരുവചനത്തിൽ ഫോക്കസ് ചെയ്ത് വിശ്വാസം ഡെവലപ്പ് ചെയ്യാനും വെറും ഭക്തിയില് മുഴുകി തിരുവചനത്തെ വ്യഭിചരിക്കാതിരിക്കാനും നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശ്വാസം പ്രഖ്യാപിച്ച് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.